നമസ്കാരം. ഗവൺമെൻറ് ITM മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിജിമോൾ. ഗവൺമെൻറ് ITM മലമ്പുഴയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് 2ാം വർഷ സിലബസിലെ DC to DC കൺവേർട്ടർ എന്ന പാഠഭാഗത്തിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത്. ഇന്നത്തെ നമ്മുടെ പാഠഭാഗങ്ങൾ: ഇൻട്രൊഡക്ഷൻ ഓഫ് IC MC 34063, features and applications of the IC, pin configurations and functions of the IC, boost converter circuit using the IC ഇവയാണ്. Introduction. The IC MC 34063 contains the primary functions required for DC to DC converter. DC to DC കൺവേർട്ടറിന് ആവശ്യമായ പ്രൈമറി ഫങ്ഷൻസ് ഈ IC ഉൾക്കൊള്ളുന്നുണ്ട്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ യൂസ് ഇൻ സ്റ്റെപ്പ് ഡൗൺ, സ്റ്റെപ്പ് അപ്പ് ആൻഡ് വോൾട്ടേജ് ഇൻവേർട്ടിംഗ് ആപ്ലിക്കേഷൻസ്, കൂടാതെ സീരീസ് ബസ് റെഗുലേറ്റേഴ്സ്. ഇറ്റ് യൂസസ് എ മിനിമം നമ്പർ ഓഫ് എക്സ്റ്റേണൽ കോമ്പണൻസ്. ICയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇത് ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ് ആണ്. അടുത്തത് SMD പാക്കേജിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ICയുടെ ഫീച്ചേഴ്സ് നോക്കാം. ICയെ 3 വോൾട്ട് മുതൽ 40 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാം. അതുപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ലിമിറ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്. ലോ സ്റ്റാൻഡ് ബൈ കറൻ്റ് ആണ്. ഔട്ട്പുട്ട് കറൻറ്റ് അപ് ടു 1.5 ആംപിയർ. ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റബിൾ ആണ്. അത് 1.25 മുതൽ 40 വോൾട്ട് വരെ ആവാം. ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ 100 kHz വരെ ആവാം. അടുത്തത് ICയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഫോർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, പോർട്ടബിൾ ചാർജേഴ്സ്, മെയിൻലി ഓട്ടോമൊബൈൽ ഫോൺ ചാർജേഴ്സ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ബാറ്ററി ഓപ്പറേറ്റഡ് സർക്യൂട്ട്സ്, മെഷർമെൻറ്റ് ആൻഡ് ടെസ്റ്റ് ഡിവൈസസ്. അടുത്ത് നമുക്ക് ICയുടെ പിൻ കോൺഫിഗറേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കാം. 8 പിൻ IC ആണ്. പിൻ നമ്പർ 1 സ്വിച്ച് കളക്ടർ, പിൻ നമ്പർ 2 സ്വിച്ച് എമിറ്റർ, പിൻ നമ്പർ 3 ടൈമിംഗ് കപ്പാസിറ്റർ, പിൻ നമ്പർ 4 ഗ്രൗണ്ട്, പിൻ നമ്പർ 5 ഫീഡ്ബാക്ക്, പിൻ നമ്പർ 6 VCC, പിൻ നമ്പർ 7 പീക്ക് കറൻറ്റ് സെൻസ്, പിൻ നമ്പർ 8 ഡ്രൈവർ കളക്ടർ. പിൻ നമ്പർ 1 സ്വിച്ച് കളക്ടർ, ഇറ്റ് ഈസ് കളക്ടർ ഓഫ് ഇൻറ്റേർണൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. പിൻ നമ്പർ 2 ഇറ്റ് ഈസ് എമിറ്റർ ഓഫ് ഇൻറ്റേർണൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. പിൻ നമ്പർ 3 connect to capacitor which decide switching frequency. പിൻ നമ്പർ 3ൽ ടൈമിംഗ് കപ്പാസിറ്റർ കണക്ട് ചെയ്യും. അതാണ് സ്വിച്ചിങ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നത്. പിൻ നമ്പർ 4 കണക്റ്റഡ് ടു ഗ്രൗണ്ട്. പിൻ നമ്പർ 5 കമ്പാരേറ്റർ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്. ഇറ്റ് ഈസ് യൂസ് ഫോർ സെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് ഫീഡ്ബാക്ക് പിന്നാണ്. ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ഇതിലേക്കാണ് കൊടുക്കുന്നത്. പിൻ നമ്പർ 6 ഇൻപുട്ട് വോൾട്ടേജ് ഫെഡ് ടു ദിസ്, അതായത് VCC. പിൻ നമ്പർ 7 ഇറ്റ് ഈസ് യൂസ് ടു സെറ്റ് ഔട്ട്പുട്ട് കറൻറ്റ്. പിൻ നമ്പർ 5 ഔട്ട്പുട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്യാനും പിൻ നമ്പർ 7 ഔട്ട്പുട്ട് കറൻറ്റ് സെറ്റ് ചെയ്യാനും. പിൻ നമ്പർ 8 കളക്ടർ ഓഫ് ഇൻറ്റേർണൽ ട്രാൻസിസ്റ്റർ. ഇൻറ്റേർണലി ബ്ലോക്കിൽ നമ്മൾ 2 ട്രാൻസിസ്റ്റർ പഠിക്കുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് IC MC 34063. ബ്ലോക്കിൽ കമ്പാരേറ്റർ, ഓസിലേറ്റർ, ഗേറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, പെയർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇവയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് കൊടുക്കുന്നത് പിൻ നമ്പർ 6 VCC, ഗ്രൗണ്ട് പിൻ നമ്പർ 4. അതുപോലെ ഔട്ട്പുട്ട് എടുക്കുന്നത് സ്വിച്ച് കളക്ടർ പിൻ നമ്പർ 1 ആൻഡ് സ്വിച്ച് എമിറ്റർ പിൻ നമ്പർ 2. 1ലും 2ലും നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കും. അത് കൊടുക്കുന്നത്
കമ്പാരേറ്റർ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, അതായത് പിൻ നമ്പർ 5. കമ്പാരേറ്ററിലേക്ക് റെഫറൻസ് വോൾട്ടേജും ഈ ഫീഡ്ബാക്ക് സിഗ്നലും കൂടി കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ എറർ വോൾട്ടേജ് നമ്മൾ ഗേറ്റിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓസിലേറ്ററിലേക്ക് 2 പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ടൈമിംഗ് കപ്പാസിറ്റർ 3rd പിന്നിൽ നിന്നും കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് പീക്ക് കറന്റ് സെൻസ് പിൻ 7. ഈ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടും ഗേറ്റിലേക്കും ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്, അതായത് നമ്മളെ ട്രാൻസിസ്റ്റർ ഓണും ഓഫും ആക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് വായിക്കാം. വൈൽ കണക്റ്റിംഗ് ആസ് ബൂസ്റ്റ് കൺവേർട്ടർ സ്വിച്ച്ഡ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം പിൻ 1. ബൂസ്റ്റ് കൺവേർട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത് പിൻ 1-ൽ നിന്നാണ്. പിൻ 1 എന്ന് പറഞ്ഞാൽ സ്വിച്ച് കളക്ടർ. അതിൻ്റെ കാരണം ബൂസ്റ്റ് കൺവേർട്ടറിൽ സ്വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കളക്ടറിൽ നിന്ന് സ്വിച്ച്ഡ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഫോർ ബക്ക് കൺവേർട്ടർ ഇറ്റ് ഈസ് ഫ്രം പിൻ 2. കാരണം ബക്ക് കൺവേർട്ടറിൽ സ്വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. അതുകൊണ്ട് പിൻ നമ്പർ 2 ആയ സ്വിച്ച് എമിറ്ററിൽ നിന്ന് സ്വിച്ച്ഡ് ഔട്ട്പുട്ട് എടുക്കുന്നു. Pin 3 is connected to timing capacitor which determines the switching frequency of the IC. ഈ പിൻ നമ്പർ 3-ൽ കണക്ട് ചെയ്യുന്ന ടൈമിംഗ് കപ്പാസിറ്ററാണ് സ്വിച്ചിങ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യാനുള്ള എക്സ്റ്റേണൽ കോമ്പണൻറ്റ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് സെറ്റ് ബൈ ഫോമിംഗ് എ പൊട്ടൻഷ്യൽ ഡിവൈഡർ അറ്റ് പിൻ 5. പിൻ 5-ൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെൻറ്റിലൂടെ ആണ്. അടുത്തത് നമ്മൾ ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് പഠിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ ബേസിക് സർക്യൂട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് തന്നിട്ടുണ്ട്. അതിനെ നോക്കി നമുക്ക് IC സർക്യൂട്ട് വരയ്ക്കാം. ആദ്യം അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് VS മാർക്ക് ചെയ്തു. അടുത്തത് ബൂസ്റ്റഡ് DC ഔട്ട്പുട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇൻഡക്ടർ വരച്ചു. അടുത്തത് ഡയോഡ് വരച്ചു. ബേസിക് സർക്യൂട്ടിൽ നിന്ന് നോക്കിയിട്ട് അടുത്തത് നമ്മൾ കപ്പാസിറ്റർ വരച്ചു. ഇനി നമുക്ക് വരയ്ക്കാനുള്ള കോമ്പണൻറ്റ് സ്വിച്ചാണ്. സ്വിച്ചാണ് വരയ്ക്കാനുള്ളത്. സ്വിച്ചിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് IC ആണ്. IC വരച്ചു. ഇനി സ്വിച്ചിനെ നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ബേസിക് സർക്യൂട്ടിലേക്ക് പോകാം. സ്വിച്ചിൻ്റെ ഒരെൻഡ് കൊടുത്തിരിക്കുന്നത് ഇൻഡക്ടറിനും ഡയോഡിൻ്റെ ആനോഡിനും ഇടയിൽ, മറ്റേ എൻഡ് ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ICയുടെ ഒരു ലീഡ്, അതായത് ബൂസ്റ്റ് കൺവേർട്ടറിന് സ്വിച്ച് ഔട്ട്പുട്ട് എടുക്കുന്ന പിൻ നമ്പർ 1. പിൻ നമ്പർ 1 നമ്മൾ ഇൻഡക്ടറിൻ്റെയും ഡയോഡിൻ്റെ ആനോഡിൻ്റെയും ഇടയിലേക്ക് കണക്ട് ചെയ്തു. ഇനി ICയുടെ ഗ്രൗണ്ട് പിന്നായ 4, പിൻ നമ്പർ 4 ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ബൂസ്റ്റ് കൺവേർട്ടറിന് പിൻ നമ്പർ 2-ഉം ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തത് നമുക്കിവിടെ ബേസിക് സർക്യൂട്ടിൽ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കണക്ഷൻ ഇൻഡക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ കറൻറ്റ് സെൻസ് സർക്യൂട്ടിലേക്കുള്ള റെസിസ്റ്ററൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ICയുടെ ഉള്ളിൽ 79 ട്രാൻസിസ്റ്റേഴ്സാണുള്ളത്. ഈ ട്രാൻസിസ്റ്റേഴ്സിനൊക്കെ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് നമ്മൾ പിൻ നമ്പർ 6-ലാണ് കൊടുക്കുന്നത്. ICയുടെ ഇൻപുട്ട് പിൻ ഈസ് പിൻ നമ്പർ 6. അപ്പോൾ പിൻ നമ്പർ 6-ലേക്ക് നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നു. കൂട്ടത്തിൽ ഒരു കപ്പാസിറ്റർ Cin കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ടൈമിംഗ് കപ്പാസിറ്റർ വരച്ചു. പിൻ നമ്പർ 3-ൽ നിന്ന് ഗ്രൗണ്ടിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെൻറ്റിലൂടെ പിൻ നമ്പർ 5-ലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്, അതായത് ഫീഡ്ബാക്ക്. ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വർക്കിംഗ് ആണ് നോക്കേണ്ടത്. അപ്പോൾ വർക്കിംഗ് നോക്കണമെങ്കിൽ സ്വിച്ചിനെ ഓണായും ഓഫായും ഉള്ള കണ്ടീഷൻസ് നമ്മൾ വർക്ക് ചെയ്യിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് സർക്യൂട്ടിലേക്ക് പോകാം. അതിൽ സ്വിച്ച് ഓൺ ആയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സ്വിച്ചിനെ ആദ്യം നമ്മൾ ഓൺ ചെയ്യുകയാണ് ബേസിക് സർക്യൂട്ടിൽ. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ലോ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഷോർട്ട് പാത്ത്. കറൻറ്റ് എപ്പോഴും പാരലൽ സർക്യൂട്ടിൽ ഷോർട്ട് പാത്തിലൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും കറൻറ്റ് ഇൻഡക്ടറിലൂടെ കയറി സ്വിച്ചിലൂടെ കയറി ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് എത്തി. ഈ സമയം ഇൻഡക്ടറിനെ ചാർജ് ചെയ്യിക്കുന്നു. ഈ എൻഡ് പോസിറ്റീവായിട്ട്, അതായത് ബാറ്ററിയുടെ
പോസിറ്റീവ് സൈഡിലുള്ള ഇൻഡക്ടറിൻ്റെ സൈഡ് പോസിറ്റീവായിട്ടാണ് ചാർജ് ചെയ്യുക, മറ്റേ എൻഡ് നെഗറ്റീവായിട്ടും ചാർജ് ആവും. ഇനി നമുക്ക് IC സർക്യൂട്ടിലേക്ക്, അതായത് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓൺ ആയാലുള്ള വർക്ക് നോക്കാം. ആദ്യം നമ്മൾ അൺറെഗുലേറ്റഡ് DC സപ്ലൈ അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് കപ്പാസിറ്റർ Cin ചാർജ് ആവുന്നു. ICയിലേക്ക് സപ്ലൈ എത്തി. ICയിലെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓൺ കണ്ടീഷൻ, അതായത് ഇറ്റ് ഗിവ്സ് ലോ റെസിസ്റ്റൻസ് പവർ. അപ്പോൾ നമുക്ക് പോസിറ്റീവിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇൻഡക്ടറിലൂടെ കയറി സ്വിച്ചിലൂടെ കയറി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് നമ്മുടെ കറണ്ട് ഫ്ലോ. ഔട്ട്പുട്ടിലേക്ക്, അതായത് ഡയോഡിലേക്കോ ഔട്ട്പുട്ട് കപ്പാസിറ്ററിലേക്കോ ഇൻപുട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല സ്വിച്ചിൻ്റെ ഓൺ കണ്ടീഷനിൽ, ബിക്കോസ് സ്വിച്ച് ഗീവ്സ് ഷോർട്ട് പാത്ത്. ഈ കറണ്ട് ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പം ഇൻഡക്ടറിനെ ഈ എൻഡിൽ പോസിറ്റീവും ഈ എൻഡിൽ നെഗറ്റീവുമായിട്ടാണ് ചാർജ് ചെയ്യിക്കുന്നത്. ഇനി നമുക്ക് സ്വിച്ചിൻ്റെ ഓഫ് കണ്ടീഷനിലെ വർക്കിംഗ് ആണ് പഠിക്കേണ്ടത്. അതിനായി നമുക്ക് ബേസിക് സർക്യൂട്ടിലേക്ക് പോകാം. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ആക്ച്വലി കറൻറ്റ് പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നു. അതായത് ഡ്രോപ്പ് ഓഫ് കറൻറ്റ് പ്രൊഡ്യൂസ് ഇൻ ഇൻഡക്ടർ ബാക്ക് EMF. ബാക്ക് EMF ഈസ് ഓൾവേസ് ഇൻ റിവേഴ്സ് പൊളാരിറ്റി. അതായത് ഓൾറെഡി പോസിറ്റീവായിരുന്ന എൻഡിൽ നെഗറ്റീവായും നെഗറ്റീവായി ചാർജ് ചെയ്യുന്ന എൻഡിൽ പോസിറ്റീവായിട്ടുമാണ് നമുക്ക് ബാക്ക് EMF ജനറേറ്റഡ് ആവുന്നത്. ഈ ബാക്ക് EMF പൊളാരിറ്റി അനുസരിച്ച് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സിനോട് ആഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ രണ്ട് വോൾട്ടേജും സീരീസായി ആഡ് ചെയ്ത് ഈ ഹയർ വോൾട്ടേജാണ് നെക്സ്റ്റ് നമ്മുടെ സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. അപ്പോൾ കറൻറ്റ് ഫ്ലോ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഡക്ടറിലൂടെ പോയി ഡയോഡിലൂടെ പോയി കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കുന്നു. ഹയർ വോൾട്ടേജിലേക്ക് VS+VL ചാർജ് ചെയ്യിക്കുന്നു. ഔട്ട്പുട്ടിൽ നമുക്ക് കൂടിയ വോൾട്ടേജ് കിട്ടുകയും ചെയ്യുന്നു. ഇത് നമുക്ക് IC സർക്യൂട്ടിലേക്ക് നോക്കാം. ഇൻഡക്ടറിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് ഈ എൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് പോലെ പോസിറ്റീവും നെഗറ്റീവും ആയിരുന്നു. ഇനി നമ്മളെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പം ICയിലെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓഫ് ആക്കുന്ന സമയത്ത് കറൻറ്റ് സ്വിച്ചിലൂടെ കയറുന്നില്ല. അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് കറൻറ്റ് ഫ്ലോ ചെയ്യാണ്. കറൻറ്റ് ഡയറക്ഷൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇൻഡക്ടറിലെ ഈ പ്ലസ് മൈനസ് ഓൾറെഡി ഉണ്ടായിരുന്ന ചാർജസ് റിവേഴ്സ് പൊളാരിറ്റിയിൽ ബാക്ക് EMF ആയിട്ട് വരുന്നു. അതായത് ലെഫ്റ്റ് എൻഡ് മൈനസും അടുത്ത എൻഡ് പോസിറ്റീവായിട്ടാണ് വരിക. ഇതാ VL വോൾട്ടേജ് ഈ എൻഡിൽ മൈനസും ഈ എൻഡിൽ പോസിറ്റീവായിട്ടും വരുന്നു. ഇനി കറൻറ്റ് എങ്ങനെയായിരിക്കും പോവുക? ഈ ഹയർ വോൾട്ടേജ് കറൻറ്റിനെ ഇതിൽ കൊണ്ടുപോയി കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിച്ച് തിരിച്ചു വരും. അതുപോലെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടുന്നു. കപ്പാസിറ്ററിലും വോൾട്ടേജ് VS+VL ചാർജ് ചെയ്യുന്നു. മുകളിലെ എൻഡ് പോസിറ്റീവും താഴത്തെ എൻഡ് നെഗറ്റീവുമായിട്ട്. അതുപോലെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് കിട്ടുന്നു. ഔട്ട്പുട്ടിൽ പോസിറ്റീവ് വോൾട്ടേജ് കിട്ടുന്നു. ബൂസ്റ്റഡ് DC വോൾട്ടേജാണ് കിട്ടുന്നത്. അപ്പോൾ ഓൺ കണ്ടീഷനിലും ഓഫ് കണ്ടീഷനിലും നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് പഠിച്ചു. ഇനി ഓഫ് കഴിഞ്ഞ് കപ്പാസിറ്റർ VS+VL ചാർജ് ചെയ്ത് റിക്വയർഡ് വോൾട്ടേജ് ലെവൽ ആയിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ ഫീഡ്ബാക്ക് പിന്നായ പിൻ നമ്പർ 5ലും വോൾട്ടേജ് കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇൻറ്റേർണൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓൺ ആകുന്നു. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ഔട്ട്പുട്ടിൽ നിന്നും ഡിസ്കണക്റ്റ് ആവും. അതുപോലെ ഇൻപുട്ട് സോഴ്സ് ഇൻഡക്ടറിലൂടെയും സ്വിച്ചിലൂടെയും കറൻറ്റിനെ പാസ് ചെയ്യിക്കുന്നു. ഇൻഡക്ടർ ചാർജ് ആവുന്നു. ഇൻപുട്ട് കറൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫ്ലോ ചെയ്യുന്നു. അതേസമയം ഔട്ട്പുട്ട് കറൻറ്റോ കപ്പാസിറ്ററിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹയർ വോൾട്ടേജായ VS+VL. കപ്പാസിറ്ററിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് കറൻറ്റ് പാസ് ചെയ്യിക്കുന്നു. അത് ഇതിങ്ങനെയാണ് വരിക. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് പോയി വരുന്നു. ഇനി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് കുറയുമ്പോൾ അതിനനുസരിച്ച് ഫീഡ്ബാക്ക് പിന്നായ പിൻ നമ്പർ 5ലും വോൾട്ടേജ് കുറയുന്നു. അതിൻ്റെ ഫലമായിട്ട് ICയിലെ ഇൻറ്റേർണൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്നു. സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഇൻഡക്ടറിൽ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് പൊളാരിറ്റിയാണ്. അത് VS+VL ആഡ് ചെയ്ത്, അതായത് ഇൻപുട്ട് വോൾട്ടേജും അതുപോലെ ബാക്ക് EMFും VS+VL ഔട്ട്പുട്ടിലേക്ക് കറൻറ്റിനെ പാസ് ചെയ്യിക്കുന്ന കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു.
അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് സ്വിച്ച് ഓൺ കണ്ടീഷൻ ആയാലും ഓഫ് കണ്ടീഷൻ ആയാലും ഔട്ട്പുട്ടിൽ നമുക്ക് VS+VL അതായത് ബൂസ്റ്റഡ് വോൾട്ടേജ് ലഭിക്കുന്നു. അതായത് ഈ IC സർക്യൂട്ട് ബൂസ്റ്റ് കൺവേർട്ടറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ IC 34063 കുറിച്ചും അതുപയോഗിച്ചിട്ടുള്ള ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ടും പഠിച്ചു. ഇനി നമുക്ക് ഈ IC ഉപയോഗിച്ചുള്ള ബക്ക് കൺവേർട്ടർ സർക്യൂട്ടും ഇൻവേർട്ടിംഗ് കൺവേർട്ടർ സർക്യൂട്ടുമാണ് പഠിക്കാനുള്ളത്. അത് ഈ യൂട്യൂബ് ചാനലിലെ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.